ഈ ബി.ജെ.പി. ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബീഫ് മണത്തേന്നും പറഞ്ഞിട്ടാണ് അവരുടെ വീട് പോയി പൊളിച്ചിട്ടുള്ളത്. ഇപ്പം കുറച്ചു കാലം മുമ്പ് ഒരു 4-5 വർഷത്തിനിടക്കാണ് ഈ യോഗിയുടെ പേര് ബുൾഡോസർ എന്ന് പറയുമ്പോൾ യോഗിയുടെ ഒരു മുഖം നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരുന്നത്. നമ്മുടെ ബുൾഡോസർ ബാബ യോഗിജിയുടെ അണ്ണാക്കിലിട്ടിട്ടാണ് നമ്മുടെ സുപ്രീം കോർട്ടിന്റെ പുതിയ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. ആ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ബുൾഡോസർ വെച്ചിട്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ വീടുകൾ അതല്ലെങ്കിൽ കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള അവകാശം ആ പറഞ്ഞ കെട്ടിടങ്ങൾ അനധികൃതമായിട്ട് ഉണ്ടാക്കി, അതായത് ആ സ്ഥലത്ത് ഉണ്ടാക്കിയതാണെങ്കിൽ മാത്രമാണ്. അതല്ലാണ്ട് ബീഫ് വീട്ടിൽ വെച്ചു, അല്ലെങ്കിൽ ആ വീട്ടിലൊരു ക്രിമിനൽ ഉണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരാൾ ബീഫ് മണത്തു, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ആ വീട് പൊളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ കെട്ടിടം പൊളിക്കാൻ പാടില്ല. കാരണം അത് വെച്ചിട്ട് ആ വീട്ടിൽ ഈ പറഞ്ഞ ആളല്ലാത്ത ഒരുപാട് പേര് വേറെ ജീവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കെട്ടിടങ്ങളിൽ അതല്ലാത്ത ഒരുപാട് പേര് അത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രസ്താവന സുപ്രീം കോടതി ഇപ്പോഴെങ്കിലും കണ്ണു തുറന്ന് ഇതിനെതിരെ സംസാരിക്കാൻ പറ്റിയത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ കരുതണം. കാരണം ഇത്തരത്തിൽ ബിൽഡിങ്ങുകളും വീടുകളും പൊളിക്കപ്പെട്ട ആൾക്കാരുടെ കണക്കും ഇതുകൊണ്ട് എഫക്റ്റ് ചെയ്ത ആൾക്കാരുടെ കണക്കും ഇന്ത്യയിൽ കഴിഞ്ഞ 2 വർഷത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം 290ഓളം കെട്ടിടങ്ങൾ, വീടടക്കമുള്ള കെട്ടിടങ്ങളാണ് പൊളിക്കപ്പെടുന്നത് ഈ ബുൾഡോസർ രാജ് വെച്ചിട്ട് നമ്മളെ ഇതുപോലത്തെ ബുൾഡോസർ ബാബമാരെന്നാണ് കണക്ക് വന്നിട്ടുള്ളത്. ഈ ബുൾഡോസർ എന്ന് കേൾക്കുന്ന സമയത്തെ ആദ്യം തന്നെ മനസ്സിലോട്ട് വരുന്നത് യോഗി ആദിത്യനാഥിന് കേട്ടോ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ബുൾഡോസർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബാക്കിലും മുമ്പിലും മറ്റേ മാന്തുന്ന കഴികളുള്ള ഒരു മെഷീൻ മാത്രമായിരുന്നു. ഇപ്പം കുറച്ചു കാലം മുമ്പ് ഒരു 4-5 വർഷത്തിനിടക്കാണ് ഈ യോഗിയുടെ പേര് ബുൾഡോസർ എന്ന് പറയുമ്പം യോഗിയുടെ ഒരു മുഖം നമ്മുടെയൊക്കെ മനസ്സിലോട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ബുൾഡോസർ വെച്ചിട്ട് നിയമം നടപ്പാക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളത് അത് നമ്മുടെ യോഗിജി അങ്ങ് UP-യിൽ തന്നെയാണ്. ഇങ്ങനെ തകർത്ത വീടുകളുടെ കണക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ കേട്ടിട്ടുണ്ടാവുക 3-4 വാർത്തകൾ മാത്രമായിരിക്കും ഇങ്ങനെ തകർക്കപ്പെട്ട വീടുകളുടെ ഡീറ്റെയിൽസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക്, അതായത് 2024 മുമ്പ് 21, 22, 23 സമയങ്ങളിൽ തകർക്കപ്പെട്ട വീടുകൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അനാലിസിസ്, ഒരു കണക്ക് വന്നിട്ടുണ്ട്. അത് പുറപ്പെടുവിച്ചിട്ടുള്ളത് HLR എന്ന് പറഞ്ഞിട്ടുള്ള ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ് നെറ്റ്വർക്ക്. നിങ്ങൾക്ക് നെറ്റിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ അവരുടെ മൊത്തം ഡീറ്റെയിൽസ് വരും. അവർ എന്തൊക്കെ കണക്കുകളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എടുക്കുന്നത്. അതായത് വീട്ടിലെ ഇതൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിലെ ഒരു കേന്ദ്രത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റും കൂടെയാണിത്. അപ്പോൾ അവർ പുറത്തു വിട്ടിട്ടുള്ള കണക്കുകളാണ്. അതായത് കഴിഞ്ഞ 2 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇന്ത്യയിൽ പൊളിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, അതായത് വീടടക്കമുള്ള സ്ഥലങ്ങൾ പൊളിച്ചിട്ടുള്ളത് 1,53,820 കെട്ടിടങ്ങളാണ് പൊളിച്ചിട്ടുള്ളത്. അപ്പം ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ പൊളിക്കുമ്പം അത്രയും ആളുകൾ ഒരു സ്ഥലത്ത് ഒരാളല്ലല്ലോ കാണുന്നത്. മൊത്തം 7,38,438 ആളുകൾക്കാണ് ഇത് എഫക്റ്റ് ചെയ്തത്. അതായത് ഇത്രയും പേർക്കാണ് ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ 1 ലക്ഷം എന്ന് പറഞ്ഞത് വീടുകളെ കണക്കാണ്. ഇത്രയും വീടുകൾ പൊളിച്ച സ്ഥലത്തുനിന്ന് 7 ലക്ഷത്തോളം ആൾക്കാരാണ് വീടില്ലാണ്ട് പുറത്തോട്ട് ഇറങ്ങിയത്. ഇനി ആ പൊളിച്ച സ്ഥലങ്ങളുടെ ഈ പൊളിച്ച വീടുകൾ ആരുടെ ഉടമസ്ഥയിലാണെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് അനധികൃതമായിട്ട് വീടുണ്ടാക്കിയ ആളുകളും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പം അതിലേറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തുള്ള ആളുകളാണ് അടുത്തത്. അതിൽ 44% ആൾക്കാർ മുസ്ലിങ്ങളായിരുന്നു. പിന്നെ 23% ST ഷെഡ്യൂൾ ട്രൈബ്, 17% OBC അതായത് ന്യൂനപക്ഷം മൈനോറിറ്റി, പിന്നെ വരുന്നൊരു 5% SC അതായത് ഷെഡ്യൂൾ കാസ്റ്റ്. മൊത്തം 87% ആളുകൾ ഈ ഗ്രൂപ്പിൽ പെടുന്നതും ബാക്കി വരുന്ന 13% ആളുകൾ മാത്രമാണ് പിന്നെ വരുന്ന ഹിന്ദു മതസ്ഥരായിട്ട് വരുന്ന ആളുകൾ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ബീഫ് അകത്ത് വെച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ബീഫ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പേരിൽ, അല്ലെങ്കിൽ ബീഫ് മണത്ത് നോക്കിയെന്ന് പറഞ്ഞ പേരിൽ വീട് പൊളിക്കുന്ന പരിപാടികളാണ് നമ്മുടെ യോഗിജി ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ ഈ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബീഫ് മണത്തേന്നും പറഞ്ഞിട്ടാണ് അവരുടെ വീട് പോയി പൊളിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് ഈ അനധികൃതമായിട്ട് വീട് വെച്ച സ്ഥലത്ത് പോയിട്ടല്ല ഈ സ്ഥലങ്ങളൊന്നും പൊളിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പൊളിച്ചിട്ടുള്ളത് ഈ പരിപാടിയും പറഞ്ഞിട്ടാണ്. പിന്നെ ഈ ഡെമോക്രസിയും ബാക്കിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് 87% ഇത്തരത്തിലുള്ള ആൾക്കാർ, ഒരു 13% അപ്പുറത്ത് പൊളിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ കാരണം കൊണ്ടാണ് പൊളി ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കണക്ക് വന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ BJP, RSS അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത് കണ്ടിട്ട് യോഗിജിനെ കണ്ടു പഠിക്കുക എന്ന് നമ്മുടെ സുരേഷ് ഗോപി വരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി വരെ പറഞ്ഞിട്ടുണ്ട് ബുൾഡോസർ വെച്ച് നമ്മൾ പൊളിക്കുമ്പോൾ അങ്ങ് യോഗിജിനെ പോയി കണ്ടുപഠിക്കുക. UP-യിൽ പോയി ഊതാനൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലെ.
പല BJP നേതാക്കന്മാരും. ഇവരാരും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാൾ ബുൾഡോസറും കൊണ്ട് വെച്ചിട്ട് ബീഫ് വെച്ചെന്ന് പറഞ്ഞ് പൊളിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ 98% വീടുകളും പൊളിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ യാതൊരു അടിസ്ഥാനമില്ലാതായി പോവുകയാണ്. പണ്ട് നമുക്കറിയാം, നമ്മുടെ അച്യുതാനന്ദൻ മിനിസ്റ്ററായി നിൽക്കുന്ന സമയത്താണ് മൂന്നാറിലൊക്കെ ബുൾഡോസർ വെച്ച് അനധികൃതമായിട്ട് ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ പൊളിച്ച്. അതങ്ങനെ വേണം. അതിൽ ഞാൻ ഒന്നും പറയുന്നത്, അത് ഏത് ഭരണാധികാരികളാണെങ്കിലും അത്തരത്തിലുള്ള പൊളിക്കണം. മരടിലെ ഫ്ലാറ്റ് പൊളിച്ചില്ലേ, എത്ര വലിയ ഫ്ലാറ്റായിരുന്നു, അത് തകർത്തില്ലേ, ബുൾഡോസർ വെച്ചിട്ടില്ലെങ്കിൽ അത് തകർത്തു. അപ്പം അതൊക്കെയാണ് നിയമങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് 44% മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സ്പെഷ്യലി അതിലെ 90% പൊളിക്കപ്പെട്ടിട്ടുള്ളതും UP യിലുമാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ യഥാർത്ഥത്തിൽ ഇവർ നിയമം നടപ്പാക്കാനാണോ അതല്ലെങ്കിൽ അവരുടെ തീവ്രവാദം, അതായത് മത തീവ്രവാദം നടപ്പാക്കാനാണോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകുന്നത്. എന്താണെങ്കിലും ഇപ്പോഴാണ് സുപ്രീം കോടതി നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ കിട്ടിയ അപ്പീലിനെതിരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആ വീട്ടിൽ ഒരാൾ കുറ്റം ചെയ്തു, അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരാൾ ക്രിമിനലാണ്, അതല്ലെങ്കിൽ ആ വീട്ടിലെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് ക്രിമിനലാണ് എന്നുള്ള കാര്യത്തിനോ ബീഫ് വെച്ച കാര്യത്തിനോ ഒന്നും ഈ പരിപാടി നടക്കില്ല. ഈ പറഞ്ഞ കെട്ടിടം നിർമ്മിച്ചത് കറക്റ്റ് അല്ലെങ്കിൽ അത് റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ശക്തമായിട്ട് തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത്, ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എന്താ പറയുക ബുൾഡോസർ ബാബ യോഗിജിക്ക് തന്നെ ആയിരിക്കും. അവരൊക്കെയാണുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴെങ്കിലും ഈ നിയമ വ്യവസ്ഥ നമ്മുടെ ഭാരതത്തിലെ സുപ്രീം കോർട്ടിന് അത് കണ്ണു തുറന്ന് അതിനെതിരെ സംസാരിക്കാൻ പറ്റിയത് വലിയ കാര്യം. പറയുന്നത് 7 ലക്ഷം ആളുകളാണ് ഒന്നും അല്ലാണ്ട് ഇപ്പം തെരുവിൽ നിൽക്കുന്നത് ഈ ഒരു പരിപാടി കാരണം. ഈ കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് സുപ്രീം കോർട്ടിന്. അതിൻ്റെ ബാക്കി ഇനി ഷെഡ്യൂൾ വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇത് വന്നിട്ടെങ്കിലും ഇവർ സ്റ്റോപ്പ് ചെയ്യും നമുക്ക് വിചാരിക്കാം. ഇപ്പോൾ ആന്ധ്രയിൽ നമ്മൾ അടുത്തടുത്ത് കാണുന്നുണ്ട്, ചന്ദ്രബാബു നായിഡു മറ്റേ ബുൾഡോസർ ബാബ 2 ആവാനുള്ള എല്ലാ പരിപാടിയും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും നിയമങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തിലെ ആളുകളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാവണം. അല്ലാണ്ട് ഇതേപോലെ വീട് പൊളിച്ചിട്ടും മറ്റത് പൊളിച്ചിട്ടുള്ള ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടാവരുത്.